പലസ്തീനികളെ അവരുടെ ഭൂമിയിൽ നിന്ന് കുടിയിറക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു നടപടിയും അംഗീകരിക്കാനാവില്ലെന്ന് യു എ പ്രസിഡന്റ് ഹിസ് സൈനസ് ഷെയ്ഖ് മുഹമ്മദുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അബുദാബിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം രാജ്യത്തിന്റെ ഉറച്ച നിലപാട് വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ചും വിവിധ മേഖലകളിലെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തി. UAE വിദ്യാലയങ്ങളിൽ മൊബൈൽ ഫോൺ വിലക്ക്. വിദ്യാർത്ഥികളിൽ നിന്ന് കണ്ടെത്തുന്ന ഫോണുകൾ ഉടനടി കണ്ടുകെട്ടാനാണ് തീരുമാനം. ക്യാമ്പസിലേക്ക് മൊബൈൽ ഫോണുകൾ കൊണ്ടുവരുന്നതിൽ നിന്ന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വിലക്കുന്ന മന്ത്രിതല തീരുമാനമാണ് നടപ്പിലാക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. വിദ്യാലയങ്ങൾക്കുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗം നിരോധിക്കുന്ന സ്റ്റുഡന്റ് ബിഹേവിയർ കോഡ് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് മന്ത്രാലയം അടുത്തിടെയാണ് സർക്കുലർ പുറത്തിറക്കിയത്. ഇതനുസരിച്ച് ക്യാമ്പസിലേക്ക് മൊബൈൽ ഫോണുകൾ കൊണ്ടുവരുന്നതിന് രക്ഷിതാക്കൾക്കും വിലക്കുണ്ട്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പാഠ്യപദ്ധതി പിന്തുടരുന്ന പൊതു സ്വകാര്യ വിദ്യാലയങ്ങൾക്കാണ് വിലക്ക് ബാധകമാകുന്നത്. അതേസമയം മന്ത്രാലയത്തിന്റെ പാഠ്യപദ്ധതി പാലിക്കാത്ത സ്വകാര്യ വിദ്യാലയങ്ങൾക്കും കമ്മ്യൂണിറ്റി സ്കൂളുകൾക്കും നയം നടപ്പിലാക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള വിവേചനാധികാരമുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. റംസാനിൽ അനുമതിയില്ലാതെ ഇഫ്താർ ഭക്ഷണം വിതരണം ചെയ്താൽ 5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും. അനുമതിയില്ലാതെ ഇഫ്താർ ഭക്ഷണം വിതരണം ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ഇഫ്താർ ഭക്ഷണം തയ്യാറാക്കാൻ റെസ്റ്റോറന്റുകൾക്ക് പുറംകരാർ ചെയ്യാൻ താമസക്കാർക്ക് അനുവാദമില്ലെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം യാതൊരു ഫീസും നൽകാതെ തന്നെ വ്യക്തികൾക്കോ അംഗീകൃത സംഘടനകൾക്കോ മുൻകൂട്ടി സൗജന്യ ഇഫ്താർ വിതരണത്തിനുള്ള അനുമതി നേടാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ വിരുദ്ധ നിയമങ്ങളുടെ ലംഘനം. UAE ഒരു എക്സ്ചേഞ്ച് ഹൗസിന് 35 ലക്ഷം ദിർഹം പിഴ. UAE സെൻട്രൽ ബാങ്ക് അറിയിച്ചതാണ് ഈ വിവരം. അതേസമയം മണി എക്സ്ചേഞ്ച് കമ്പനിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. സൗദി അറേബ്യ റംസാൻ ഉംറ ബുക്കിംഗ് ആരംഭിച്ചു. വരാനിരിക്കുന്ന ഇസ്ലാമിക വിശുദ്ധ മാസമായ റംസാന്റെ ആദ്യ 2 ആഴ്ചത്തേക്ക് ഉംറ തീർത്ഥാടനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കായി നുസുക് ആപ്പ് വഴി ബുക്കിംഗ് ആണ് ആരംഭിച്ചത്. റംസാനിലെ ആദ്യ 2 വെള്ളിയാഴ്ചകളിലേക്കുമുള്ള ബുക്കിംഗിന് നല്ല തിരക്കാണെന്നും മറ്റു ദിവസങ്ങളിൽ കാര്യമായ തിരക്കിപ്പോൾ തുടങ്ങിയിട്ടില്ലെന്നുമാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചത്. റംസാൻ ആകുന്നതോടെ സൗദിയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കും കുത്തനെ ഉയരും. അബുദാബിയിൽ മാലിന്യം തള്ളുന്നതിന് ബാധകമായ പുതുക്കിയ പിഴകൾ വെളിപ്പെടുത്തി. മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പാണ് പിഴകൾ സംബന്ധിച്ച വ്യക്തത നൽകിയത്. ഇതനുസരിച്ച് നിയുക്ത സ്ഥലങ്ങളിൽ അല്ലാതെ മാലിന്യങ്ങൾ ഉപേക്ഷിച്ചാൽ ആദ്യ ലംഘനത്തിന് 1000 ദിർഹവും രണ്ടാമത്തെ ലംഘനത്തിന് 2000 ദിർഹവും, കുറ്റം ആവർത്തിച്ചാൽ 4000 ദിർഹവും പിഴ ലഭിക്കും. നിയുക്ത കണ്ടെയ്നറുകൾക്കകത്തല്ലാതെ സിഗരറ്റ് കുറ്റികൾ വലിച്ചെറിഞ്ഞാൽ ആദ്യ ലംഘനത്തിന് 500 ദിർഹവും രണ്ടാമത്തെ ലംഘനത്തിന് 1000 ദിർഹവും, കുറ്റം ആവർത്തിച്ചാൽ 2000 ദിർഹവും പിഴ ലഭിക്കും. നിയുക്ത കണ്ടെയ്നറുകൾക്കകത്തല്ലാതെ ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിഞ്ഞാൽ ആദ്യ ലംഘനത്തിന് 500 ദിർഹവും രണ്ടാമത്തെ ലംഘനത്തിന് 1000 ദിർഹവും, കുറ്റം ആവർത്തിച്ചാൽ 2000 ദിർഹവും പിഴ ലഭിക്കും. ലോകത്തിൽ ഏറ്റവും കുറവ് എയ്ഡ്സ് രോഗികളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യയെന്ന് ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് എയ്ഡ്സ് വ്യാപിക്കുന്നുണ്ടെന്ന തരത്തിലുള്ള പ്രചാരണം തെറ്റാണെന്നും ഒറ്റപ്പെട്ട കേസുകളാണ് കണ്ടെത്തുന്നതെന്നും ആരോഗ്യ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള അസീരി അറിയിച്ചു. എയ്ഡ്സ് ബാധയുണ്ടെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ആവശ്യമായ പരിചരണവും മുൻകരുതലുകളും നടപ്പിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സൗദിയിലും അറബ് മേഖലയിലും എയ്ഡ്സ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി അവകാശപ്പെടുന്ന ഒരു ഡോക്ടറുടെ വീഡിയോ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു. ഇതേ തുടർന്നാണ് മന്ത്രാലയം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയത്. നെന്മാറ ദേശം ഓവർസീസ് സംഗമത്തിന്റെ പ്രസിഡന്റായി RP സന്തോഷിനെയും ജനറൽ സെക്രട്ടറിയായി പ്രദീപ് നെന്മാറയെയും തെരഞ്ഞെടുത്തു. രാജേഷ് ജിയാണ് ട്രഷറർ. വൈസ് പ്രസിഡന്റ് മധു വെളുത്താക്കൽ, ജോയിന്റ് സെക്രട്ടറി അരുൺ വിശ്വനാഥ്, ജോയിന്റ് ട്രഷറർ ആനന്ദ് കുമാർ C എന്നിവരാണ് മറ്റ് പ്രധാന ഭാരവാഹികൾ. മുൻ പ്രസിഡന്റ് ബിന്ദു നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീലത പ്രദീപ് സ്വാഗതം പറഞ്ഞു. നെന്മാറ ദേശം ഓവർസീസ് സംഗമത്തിന്റെ 25ാം വാർഷികാഘോഷം വരുന്ന മാർച്ച് 30-ന് നെന്മാറ പബ്ലിക് വെൽഫെയർ ട്രസ്റ്റ് ഹാളിൽ നടക്കും. ഫാറൂഖ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഫോസ കോളേജ് ഡേ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ ദുബായ് മംസാറിലെ ഫോക്ലോർ തിയേറ്ററിൽ നടക്കും. മൺമറഞ്ഞ ഗായകൻ P ജയചന്ദ്രനെ അനുസ്മരിക്കുന്ന പുലർമഞ്ഞുകാലത്തെ സ്നേഹതീരം എന്ന സംഗീത പരിപാടിയിൽ പ്രമുഖ ഗായകർ അണിനിരക്കുമെന്ന് സംഘാടകർ അറിയിച്ചു.